കേരള രാഷ്ട്രീയത്തിൽ വികസനത്തിന്റെ പുതിയ അധ്യായം എഴുതാൻ ബി.ജെ.പി. എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ സജ്ജരായി രംഗത്തിറങ്ങുകയാണ്. രാജീവ് ചന്ദ്രശേഖർ നേമം മണ്ഡലത്തിൽ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചതോടെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ മാറ്റത്തിന്റെ തുടക്കമെന്ന വിലയിരുത്തൽ ശക്തമാകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയെ ശ്രദ്ധേയ വിജയത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ നേതൃപാടവം ഭരണപരമായ മികവും ദൂരദർശിത്വവും തെളിയിക്കുന്നു. വികസിത കേരളം എന്ന ദർശനവുമായി മുന്നേറുന്ന അദ്ദേഹം നേമത്തെ വികസന മാതൃകയാക്കി മാറ്റുമെന്ന പ്രതീക്ഷ ശക്തമാണ്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യതയും പിന്തുണയും പരിഗണിക്കുമ്പോൾ നേമത്തിൽ അദ്ദേഹത്തിന് ശക്തമായ മത്സരശേഷിയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. IT സാങ്കേതിക രംഗത്തെ പരിചയസമ്പത്തുമായി വികസന കേന്ദ്രീകൃത സമീപനം സ്വീകരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ പുതിയ തലമുറയുടെ പ്രതീക്ഷകളെ പ്രതിനിധീകരിക്കുന്ന നേതാവായി ഉയർന്നു വരുന്നു. നരേന്ദ്രമോദിയുടെ വികസന ദർശനവും NDAയുടെ ഏകോപിത പ്രവർത്തനവും ഈ നീക്കത്തിന് പിന്തുണയാകുന്നു. ഇതോടൊപ്പം തന്നെ K. സുരേന്ദ്രൻ, V. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, P. K. കൃഷ്ണദാസ്, R. ശ്രീരേഖ, അനൂപ് ആന്റണി എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളും മത്സര രംഗത്തുണ്ട്. ഇവരുടെ സാന്നിധ്യം തിരഞ്ഞെടുപ്പിന് കൂടുതൽ ശ്രദ്ധേയമാകുന്നു. മാറ്റത്തിനായി ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പ്രതീക്ഷകളുമായി തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ.